ഇന്ന് രാഗവൈവിധ്യത്തിൽ പറയാൻ പോകുന്ന രാഗം ഒരു മേളകർത്ത രാഗമാണ്. എട്ടാമത്തെ മേളകർത്ത രാഗമായ തോടി രാഗത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. തോടി രാഗത്തിൽ മെയിൻ തോടി രാഗം എടുത്തിട്ട് സിനിമാ പാട്ടുകൾ വളരെ കുറവാണ്. രാഗമാലികകളിൽ തോടി രാഗത്തിൽ സിനിമാ പാട്ടുകൾ ഉണ്ട്. അത് തന്നെ ഈ രാഗം മുത്തുസ്വാമി ദീക്ഷിതർ സ്കൂളിൽ ഈ രാഗത്തിൻ്റെ പേര് ജനതോടി എന്നാണ്. മേളകർത്ത പട്ടികയിൽ ഈ രാഗത്തിൻ്റെ പേര് കാണുക ഹനുമത്തോടി എന്നാണ്. തോടി രാഗത്തിൻ്റെ ആരോഹണാവരോഹണങ്ങൾ നോക്കാം. ഈ രാഗം വളരെ ഗമക പ്രാധാന്യമുള്ള ഒരു രാഗമാണ്. കുറച്ച് പാടി ഫലിപ്പിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു രാഗം കൂടിയാണ് തോടി രാഗം. കച്ചേരികളിലൊക്കെ മെയിൻ രാഗമായിട്ട് പാടാൻ പറ്റിയ രാഗമാണ്. വളരെയധികം രാഗാലാപനത്തിനും എല്ലാം സ്കോപ്പുള്ള ഒരു രാഗമാണ്. പാടി ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ രാഗം. ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങളൊന്ന് നോക്കാം. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. ഇതാണ് രാഗത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ വരുന്നത്. സ്വരസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഷഡ്ജം, ശുദ്ധഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ശുദ്ധദൈവതം, കൈശികി നിഷാദം. ഇതാണ് ഈ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ വരുന്നത്. ഈ രാഗത്തിൽ കുറേ നല്ല ജന്യരാഗങ്ങളും നമുക്ക് ഉണ്ട്. അസാവേരി, ധന്യാസി, പുനാഗവരാളി, ഇതെല്ലാം ശുദ്ധ സീമന്തിനി, ഇതെല്ലാം തോടി രാഗത്തിൻ്റെ ജന്യരാഗങ്ങളാണ്. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം. വളരെയധികം കൃതികളുള്ള ഒരു രാഗം കൂടിയാണ് തോടി രാഗം. എല്ലാ സംഗീതജ്ഞന്മാരും തോടി രാഗത്തിൽ കൃതികൾ രചിച്ചിട്ടുണ്ട്. അതിന് തന്നെ വളരെ പോപ്പുലറായിട്ടുള്ള കുറച്ച് കൃതികൾ നോക്കാം. ത്യാഗരാജസ്വാമികളുടെ തന്നെ 32 കൃതികളിൽ കൂടുതൽ ഉണ്ട് തോടി രാഗത്തിൽ. നോക്കാം നമുക്ക് ആദ്യത്തെ കൃതി. അത് തന്നെ ത്യാഗരാജസ്വാമികളുടെ കൃതി രാജുവേടലൂത മുരരേ കസ്തൂരി രംഗരാജുവേടലൂത മുരരേ കസ്തൂരി രംഗരാജുവേടലൂത മുരരേ കസ്തൂരി രംഗരാജുവേടലൂത മുരരേ. ഈ ഒരു കൃതി ഊത്തുക്കാട് വെങ്കടസുബ്രയ്യരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ്. തായേ യശോദ ഉന്തൻ. ഈ ഒരു കൃതി സ്വാമി ദീക്ഷിതരുടെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ്. ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു കൃതിയാണ്. ശ്രീകൃഷ്ണം ഭജമാനസ സതതം ശ്രീകൃഷ്ണം ഭജമാനസ സതതം
ശ്രുതജന പരിപാലം ഗോപാലം പാലം ശ്രീകൃഷ്ണം ഭജമാനസ സതതം. ഈ ഒരു കൃതി ഇതുപോലെ തന്നെ ദക്ഷായണീ അഭയ ദക്ഷായണീ അഭയംബികേ. ഈ ഒരു കൃതി അതുപോലെ തന്നെ ശ്രീ സുബ്രഹ്മണ്യോ മാം രക്ഷതു ശ്രീ സുബ്രഹ്മണ്യോ മാം രക്ഷതു ശ്രീ സുബ്രഹ്മണ്യോ മാം രക്ഷതു ഷൺമുഖ അവതാരശക്തി രൂപ ശ്രീ സുബ്രഹ്മണ്യോ മാം രക്ഷതു. ഈ ഒരു കൃതി ഇതുപോലെ തന്നെ ഒരു ഗണപതി സ്തുതി ഉണ്ട്. മുസ്ലിം ദീക്ഷിതരുടെ മഹാഗണപതിം വന്ദേ മഹാഗണപതിം വന്ദേ മാധവാദ്യമരന്തം മഹാഗണപതിം വന്ദേ. ഈ ഒരു കൃതി സ്വാതി തിരുനാളിൻ്റെ കൃതിയിലേക്ക് പോകുമ്പോൾ അത് തന്നെ നവരാത്രി കൃതിയിലത്തെ കൃതി ഭാരതി മാമവ കൃപയ ഭാരതി മാമവ കൃപയ ഭാരതി മാമവ കൃപയ നത ജനർത്തി ബരഹരണ നീരതയ നത ജനർത്തി ബരഹരണ നീരതയ നത ജനർത്തി ബരഹരണ നീരതയ. ഈ ഒരു കൃതി ഈ കൃതിയിൽ ഒരു ചൊൽക്കെട്ടും കൂടി വരുന്നുണ്ട്. താം താം തക ജണു രിഗമഗരി സനി സജണു തരിത ഗതിമിതോ ഗമപ നിദത പപതകും തരിത ഗതാം താം തക ജണു രിഗമഗരി സനി സജണു തരിത ഗതിമിതോ గమప నిదద పమత కుం తరి తక తగ జను గగ మమ కిడ తగ తగ తని సా
തകതീം തനതനദിന നാദൃതില്ലാന തരി തത്തിക്കിടതക തത്തിക്കിടതക തകജം തത്തിക്കിടതക തകജം തകജം തകതീം ഭാരതി മാമവ കൃപയ നതജനർത്തി ബരഹരണ നീരതയ. അങ്ങനെ വളരെ നല്ലൊരു കൃതിയാണ് ഈ ഒരു കൃതി. ശ്യാമശാസ്ത്രിയുടെ കൃതിയിലേക്ക് പോകുമ്പോൾ നിന്നേനം മീ നു നിന്നേനം മീ നു സദാ നിന്നേനം മീ നു ഈ ഒരു കൃതി ഇനി വളരെയധികം കൃതികളുള്ള ഒരു രാഗം ആണിത്. ഇനി ഈ രാഗത്തിലുള്ള കുറച്ച് സിനിമാ പാട്ടുകൾ നോക്കാം. അതിന് തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമാ പാട്ട് കാന്താര എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലത്തെ വരാഹരൂപം. വരാഹരൂപം ദൈവവരിഷ്ടം. ഈ രാഗം ഇതൊരു രാഗമാലികയാണ്. അതിൽ രാഗങ്ങൾ തോടി, മുഖാരി, കനകാംഗി എന്നീ രാഗങ്ങളാണ് ഈ ഒരു പാട്ടിൽ വരുന്നത്. അടുത്തത് അനുരാഗ നർത്തനത്തിൻ അരങ്ങേറ്റം. ഇതും ഒരു രാഗമാലികയാണ്. ഇത് മോഹനം, ശ്രീരഞ്ജിനി, തോടി എന്നീ രാഗത്തിലാണ് ഈ പാട്ട് ചെയ്തേക്കുന്നത്. അനാദിമത്യാന്തമീ വിശ്വചലനം അനവദ്യ സംഗീതാലാപനം ആലാപനം. ഈ ഒരു പാട്ടും രാഗമാലികയാണ്. ഇത് തോടി, ബെഹാഗ്, അഡാണ എന്നീ രാഗത്തിലാണ് ഈ പാട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ദേവസഭാതലം രാഖിലമാകുവണ്ണാതമയൂകമേ സ്വാഗതം. ഇത് ഒരു രാഗമാലിക തന്നെയാണ്. ഇതിൻ്റെ ഫസ്റ്റ് വരുന്നത് ഹിന്ദോളം രാഗത്തിലാണ്. പിന്നെ ദേവസഭാതലം രാഖിലമാകുവാൻ നാദമയൂകമേ സ്വാഗതം. ഇത് തോടി. പിന്നെ പന്തുവരാളി, മോഹനം, ശങ്കരാഭരണം, ഷൺമുഖപ്രിയ, കല്യാണി, ചക്രവാകം, രേവതി എന്നീ രാഗത്തിലാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയേക്കുന്നത്. സപ്തസ്വരങ്ങളാടും സ്വർഗപ്രവാഹിനി സ്വപ്നങ്ങൾ നാദമാക്കും നൃത്തമയ വിനിയോംകാരനാദത്തിൻ ഗിരിശൃംഗത്തിൽ നിന്നും. ഈ ഒരു പാട്ടും രാഗമാലികയാണ്. ഇത് പന്തുവരാളി, ആഭോഗി, തോടി, രഞ്ജിനി എന്നീ രാഗത്തിലാണ് ഈ പാട്ട് ചെയ്തേക്കുന്നത്. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട തോടി രാഗത്തിലുള്ള കുറച്ച് പാട്ടുകൾ, സിനിമാ പാട്ടുകളും കൃതികളും ഉള്ളത്. കൃതികൾ കുറേ കൃതികളുണ്ട്. ഞാൻ വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് കൃതികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതിലും കൂടുതൽ പാട്ടുകൾ അറിഞ്ഞു വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.